ഇന്ത്യ മുന്നണി പൊട്ടിത്തെറിയിലേക്ക് രാഹുലിനെയും കോൺഗ്രസിനെയും കടന്നാക്രമിച്ചുകൊണ്ട് എം.എ. ബേബി രംഗത്തെത്തി. പിണറായിയെ രാഹുൽ ആലിംഗനം ചെയ്യണമെന്ന് താൻ പറയില്ല. വിമർശിക്കുമ്പോൾ അല്പം മാന്യതയും രാഷ്ട്രീയ മര്യാദയും പാലിക്കണം. തമിഴ്നാട്ടിൽ കോൺഗ്രസ് കാണിച്ച അധികാരത്തിൻ്റെ ആർത്തി ജനാധിപത്യ സംസ്കാരത്തിന് ഭൂഷണമല്ല. കോൺഗ്രസ് 5 സീറ്റ് നേടിയത് DMK മുന്നണിയുടെ ഭാഗമായിട്ടാണെന്നും ബേബി ഓർമ്മിപ്പിച്ചു. വിമർശിക്കുമ്പോൾ അതിൽ പാലിക്കേണ്ട ചില മാന്യതയും നിലവാരവുമുണ്ട്. CPM-ഉം BJP-യുമായി ഡീലുണ്ട് എന്ന് പറയുന്നതിനെ അസംബന്ധമെന്ന് മാത്രമേ ഞാൻ വിശേഷിപ്പിക്കുന്നുള്ളൂ. പക്ഷേ അത്തരം അസംബന്ധങ്ങൾ പറയുന്ന ജോലി സംസ്ഥാനത്തെ നേതാക്കന്മാർക്ക് വിട്ടുകൊടുത്തിട്ട് അഖിലേന്ത്യാ നേതൃത്വം ശ്രീ ഖാർഗെയും ശ്രീ രാഹുൽ ഗാന്ധിയും മറ്റും കുറെ കൂടി ഗൗരവമുള്ളതും കെട്ടിച്ചമയ്ക്കാത്തതുമായ കാര്യങ്ങൾ ചർച്ച ചെയ്യണം. പിണറായി വിജയനെ ആലിംഗനം ചെയ്യണം രാഹുൽ ഗാന്ധി എന്ന് ഒരിക്കലും ഞങ്ങൾ ആവശ്യപ്പെടില്ല. ആലിംഗനം എന്നുള്ളത് നിർബന്ധിച്ച് പിടിച്ചു വാങ്ങാനുള്ളതല്ല. പരസ്പരം തോന്നുമ്പോൾ സ്നേഹവും സൗഹൃദവും പ്രകടിപ്പിക്കാൻ വേണ്ടി ചെയ്യാനുള്ളതാണ്. ഒന്ന് പരസ്പരം സ്നേഹത്തോടെ ആലിംഗനം ചെയ്യാൻ പോലും മടി കാണിക്കുന്ന ഈ നേതാക്കൾ എല്ലാവരും കൂടിയാണ് ശക്തനായ ഒരു ഭരണാധികാരിയെ താഴെ ഇറക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടി പരിപ്പ് വടയും ചായയും ഒക്കെ കഴിച്ച് ദൃഢപ്രതിജ്ഞയെടുത്ത് പിരിഞ്ഞത്. എന്താകുമെന്ന് ചോദിക്കാം. സാനു ഉണ്ട്. സാനു, CPM ജനറൽ സെക്രട്ടറി വലിയ കലിപ്പിലാണ്, വലിയ ദേഷ്യത്തിലാണ്, ഇങ്ങനെ നോക്കിക്കാണാം. ശ്യാമ, എന്തായാലും വലിയ രാഷ്ട്രീയ കൗതുകമാണ് എം.എ. ബേബിയുടെ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കാണാൻ സാധിച്ചിരുന്നത്. എന്തായാലും എം.എ. ബേബി രാഹുൽ ഗാന്ധിക്കെതിരെ, ഇന്ത്യ മുന്നണിയുടെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്കെതിരെ രംഗത്ത് വരുന്ന ഒരു പ്രസ്താവനയാണ് രാവിലെ നടത്തിയിട്ടുള്ളത്. രാഷ്ട്രീയ മര്യാദ, രാഷ്ട്രീയ പക്വത, ദേശീയ നേതാക്കളൊക്കെ രാഷ്ട്രീയ പക്വത കാണിക്കണം. അസംബന്ധങ്ങൾ പറയാൻ വേണ്ടി അത് പ്രാദേശിക സംസ്ഥാന നേതാക്കൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ നൽകണം, അവർക്ക് വിട്ടുകൊടുക്കണമെന്നാണ് രാഹുൽ ഗാന്ധിയോടും അതേപോലെ തന്നെ മല്ലികാർജുൻ ഖാർഗെയോടും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് എം.എ. ബേബി വിമർശിച്ചു. കാരണം ഈ തമിഴ്നാട്ടിലെ കോൺഗ്രസിന്റെ അധികാര കൊതി എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. അധികാരത്തിന് വേണ്ടി, മന്ത്രിസഭയിലേക്ക് എത്തുന്നതിന് വേണ്ടി, ഏതാനും MLA-മാരെ ഉണ്ടാക്കുന്നതിന് വേണ്ടി അവർ കാട്ടിക്കൂട്ടിയ ചെയ്തികൾ ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നാകെ കണ്ടതാണ്. DMK-യുടെ തണലിൽ നിന്ന്, DMK-യുടെ ആശീർവാദത്തോടു കൂടി വിരലിലെണ്ണാവുന്ന MLA-മാരെ ഉണ്ടാക്കിയിട്ട് അതിനുശേഷം മറ്റൊരാളാണ് അധികാരത്തിൽ വന്നതെന്ന് കാണുമ്പോൾ അവിടേക്ക് ചേക്കേറുന്ന കോൺഗ്രസിന്റെ തന്ത്രം, കോൺഗ്രസിന്റെ നിലപാട്, കോൺഗ്രസിന്റെ നിലപാടില്ലായ്മയൊക്കെ നമ്മൾ കണ്ടതാണെന്നാണ് എം.എ. ബേബി പറയുന്നത്. ഒപ്പം തന്നെ പിണറായി വിജയനെ ആലിംഗനം ചെയ്യാൻ രാഹുൽ ഗാന്ധി തയ്യാറാവണമെന്ന് പറയുന്നില്ല. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിനെ ആലിംഗനം ചെയ്യുന്ന പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയുടെ ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് സമൂഹ മാധ്യമങ്ങളിൽ. അവ ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ എല്ലാവരും കാണുന്നുണ്ട് എന്ന് തന്നെയാണ് എം.എ. ബേബി പറയുന്നത്. എന്തായാലും എം.എ. ബേബി ഇന്ത്യ മുന്നണിയുടെ നേതാവായിട്ടുള്ള അല്ലെങ്കിൽ CPIM-നെ പ്രതിനിധീകരിച്ച ആ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന എം.എ. ബേബി തന്നെ ഇന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ രംഗത്ത് വരികയാണ്. പിണറായി വിജയനെ ആലിംഗനം ചെയ്യില്ല എന്നുള്ള ഒരു പ്രസ്താവനയുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഈ എം.എ. ബേബി നേതൃത്വത്തിനെതിരെ, കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ഇന്ന് രംഗത്ത് വന്നിട്ടുള്ളത്. അസംബന്ധങ്ങൾ പറയാൻ വേണ്ടി അതിനുള്ള അവസരം സംസ്ഥാന നേതാക്കൾക്ക് കൊടുക്കണമെന്നാണ് ബേബി പറഞ്ഞതിന്റെ സാരാംശമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് തങ്ങൾ തുടരും. മൂന്നാമതൊരു മുന്നണി, DMK-യുടെ നേതൃത്വത്തിൽ മൂന്നാമതൊരു മുന്നണി രൂപീകരിച്ചാൽ അതിന്റെ ഭാഗമാകില്ല എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ശ്യാം.